ബിനാമി ഇടപാടിൽ വീണയ്ക്ക് കോടികൾ. കളക്ടർമാർക്ക് കത്തയച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 2 ദിവസം മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ണൂരിലെ പിണറായി വിജയന്റെ വസ്തുവകകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ശേഖരിക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി പാതിരിയാട് വില്ലേജ് ഓഫീസിലും പിണറായി വില്ലേജ് ഓഫീസിലുമാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത്. എന്നാൽ ഇവിടെ നിന്ന് കണ്ടെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് പല സ്വത്തുവകകളുടെ രേഖകളും ദുരൂഹമാണ്. അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീണ വിജയന് വൻതോതിൽ ബിനാമി നിക്ഷേപം വസ്തുക്കളിൽ ഉണ്ടാകാം എന്നാണ് ഇഡിയുടെ നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജില്ലാ കളക്ടർമാർക്ക് കത്തെഴുതിയിരിക്കുകയാണ്. ഏതെല്ലാം സ്ഥലങ്ങളിൽ വീണ വിജയന്റെ പേരിൽ വസ്തുക്കളുണ്ട്, ആ വസ്തുക്കളിൽ സംശയാസ്പദമായി കാണുന്ന ബിനാമി ഇടപാടുകൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കളക്ടർമാർക്ക് കത്തയച്ചിരിക്കുന്നത്. കാരണം ഈ 2 വില്ലേജ് ഓഫീസുകളിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ച രേഖകളും വീണയുടെ പല മൊഴികളുമായി പൊരുത്തപ്പെടുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ ഉദാഹരണമായി പിണറായി പാണ്ഡ്യാലമുക്കിൽ വീണയ്ക്ക് 80 സെന്റ് വസ്തുവുണ്ട്. ഈ വസ്തു എങ്ങനെ ലഭിച്ചതാണ്? പാരമ്പര്യമായി ലഭിച്ചതാണോ, അതോ ഏതെങ്കിലും കള്ളപ്പണ ഇടപാടിലൂടെ വാങ്ങിയതാണോ, അല്ലെങ്കിൽ ഈ 80 സെന്റിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണ്? ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. പാതിരിയാട് വില്ലേജ് ഓഫീസിൽ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോയിരുന്നു. അവിടുത്തെ വില്ലേജ് ഓഫീസറായ സന്തോഷ് കുമാറിനൊപ്പം പ്രതിപക്ഷ നേതാവിന്റെ, അതായത് പിണറായി വിജയന്റെ വസ്തുവകകൾ പരിശോധിച്ചു. അതിന്റെ രേഖകൾ, ആ വസ്തുവിന്റെ സ്കെച്ച്, പ്ലാൻ എന്നിവ ശേഖരിക്കുകയും ചെയ്തു. പിന്നീട് രണ്ടാമതായി പിണറായി വില്ലേജ് ഓഫീസിൽ ചെന്നു. അവിടെയും പിണറായി വിജയന്റെയും വീണയുടെയും പിണറായിയുടെ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള എത്രത്തോളം വസ്തുക്കളുണ്ട്, അതിൻ്റെ സ്കെച്ചും പ്ലാനും അതിൻ്റെ ആധാരമടക്കമുള്ള രേഖകളുടെ പകർപ്പ് ഇഡി ശേഖരിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഇഡിയുടെ ഇത്തരമൊരു നീക്കം നടന്നിരിക്കുന്നത്. കാരണം ഇഡി വിശ്വസിക്കുന്നത് പിണറായിയിൽ മാത്രമല്ല വീണയ്ക്ക് വസ്തുവകകൾ ഉള്ളത്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ വീണയ്ക്ക് ബിനാമി ഇടപാടിൽ വസ്തു ഇടപാടുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇഡി ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇഡി കളക്ടർമാർക്ക് കത്തയച്ചിരിക്കുന്നത്. ഓരോ ജില്ലകളിലും സംശയാസ്പദമായി കാണപ്പെടുന്ന ഏതെങ്കിലും വസ്തു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ ഉടമയാരാണ്, അങ്ങനെ സംശയാസ്പദമായി കണ്ടെത്തുന്ന വസ്തുവിൻ്റെ ഉടമയെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം അയാളുടെ ഈ വസ്തുവകകൾ എവിടെ നിന്നാണ്, ആരിൽ നിന്നാണ് വാങ്ങാനുള്ള പണം ലഭിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ജില്ലാ കളക്ടർമാരുടെ അധികാര പരിധിയിൽ വരിക, അവരുടെ അന്വേഷണ പരിധിയിൽ വരിക. അത്തരത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കളക്ടർമാർക്ക് കത്തയച്ചിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ ഒരു പുകമറയായിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ യാഥാർത്ഥ്യം കണ്ടെത്തിയെന്ന് വരില്ല. പക്ഷെ എൻഫോഴ്സ്മെന്റിനെ സംബന്ധിച്ച് അവരുടെ ഒരു സംശയം തീർക്കേണ്ടതുണ്ട്, വസ്തുതാപരമായി ഒരു സംശയം തീർക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ വീണയ്ക്ക് ഈ പറയുന്ന പോലെ ബിനാമി ഇടപാടിൽ സമ്പത്തുകളുണ്ടോ, ആ സമ്പത്തുകൾ ഉണ്ട് എങ്കിൽ അത് വീണയുടെ പേരിലാണോ അതോ ബിനാമി ഇടപാടിലാണോ? ഈ 2 ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം കണ്ടെത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇഡി ഇത്തരത്തിൽ കത്തയച്ചിരിക്കുന്നത്. കളക്ടർമാർ അത് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് ഇഡിക്ക് കൊടുക്കും. ഇനി അഥവാ ഉണ്ട് എങ്കിൽ വീണയ്ക്കത് വലിയ കുരുക്കായി മാറും. പ്രത്യേകിച്ചും ബിനാമി ഇടപാടിലാണ് വീണ ഈ സ്വത്തുവകകൾ കൈവശപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ വലിയ കുരുക്കിലേക്ക് വീണ പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല, എൻഫോഴ്സ്മെന്റ് ഒരു സംശയം തീർക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കത്തയച്ചത്. അതിൻ്റെ ഭാഗമായി കളക്ടർമാർ വിശദമായി അന്വേഷിച്ചു. ഈ വീണയ്ക്കെങ്ങും തന്നെ ബിനാമി ഇടപാടിലോ സ്വന്തമായോ വസ്തുവകകളില്ല എന്ന റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നം തീർന്നു. ഇഡിയുടെ ഈ 2 സംശയങ്ങൾ തീർന്നു. ഒന്ന്, ബിനാമി ഇടപാടുണ്ടോ എന്നാണ് ഇഡി അന്വേഷിക്കുന്നത്. രണ്ടാമത്, അങ്ങനെ ഉണ്ടെങ്കിൽ ആരാണ് അതിൻ്റെ പിന്നിൽ, അതിൻ്റെ സാമ്പത്തിക സ്രോതസ് ഏതാണ് എന്ന 2 ചോദ്യങ്ങൾക്ക് കളക്ടർമാർ കൃത്യമായി മറുപടി നൽകിയാൽ അത് ഇഡിക്കുള്ള ഒരു തെളിവായി മാറും. അഥവാ ബിനാമി ഇടപാടുണ്ടെങ്കിൽ വീണയ്ക്ക് മേലുള്ള
കുരുക്ക് കൂടുതൽ മുറുകുകയാണ്. വീണയെ 4ാം തവണ ചോദ്യം ചെയ്യുമ്പോൾ ഈ പറയുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പിണറായി വില്ലേജ് ഓഫീസിൽ നിന്നും പാതിരിയാട് വില്ലേജ് ഓഫീസിൽ നിന്നും കണ്ടെടുത്ത വസ്തുവകകളുടെ രേഖകൾ വെച്ചായിരിക്കും 4ാമതായി സമൻസ് അയച്ച് വീണയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം ചെയ്യൽ മെയ് 17-ലാണ്. നമുക്കറിയാമല്ലോ, ആ ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയന്റെ വീട്ടിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. അവിടെ പ്രാഥമികമായ ചില മൊഴിയെടുക്കലുകളും അതിനുശേഷം വീണയുടെ മൊബൈൽ ഫോൺ കണ്ടെടുക്കുകയൊക്കെ ചെയ്തത്. പിന്നീട് സമൻസ് അയച്ച് വീണയെ 2 തവണ വിളിച്ചു വരുത്തി. അങ്ങനെ 3 തവണത്തെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. ഇനി 4ാമത്തെ ചോദ്യം ചെയ്യലാണ് വരാൻ പോകുന്നത്. ആ 4ാമത്തെ ചോദ്യം ചെയ്യലിന് മുന്നോടിയായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത്. നേരിട്ട് പോയി പിണറായിയിലെ വസ്തുവകകൾ പരിശോധിക്കുക, അതിൽ സംശയമുള്ള ഇടപാടുകൾ കളക്ടർമാർ വ്യക്തത വരുത്തുക. ഇതാണ് ഇഡിയുടെ മുന്നിൽ ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി മറ്റൊന്ന്, വീണ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാർക്ക് നൽകിയിട്ടുള്ള മൊഴി, അതായത് SFIOയ്ക്ക് നൽകിയിട്ടുള്ള മൊഴി അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ വീണ ഈ 3 തവണ നൽകിയ മൊഴിയും SFIOയ്ക്ക് നേരത്തെ നൽകിയ മൊഴിയും തമ്മിൽ വലിയ തോതിലെ അന്തരമുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. 134 രേഖകളാണ് SFIOയിൽ നിന്നും ഇപ്പോൾ ED ശേഖരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ശേഖരിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാകും ED അടുത്ത തവണ വീണയെ ചോദ്യം ചെയ്യുക. ഈ രേഖകൾക്ക് പുറമെ എന്തുണ്ട്? ഇപ്പോൾ ED ശേഖരിച്ചിട്ടുള്ള ഈ വസ്തുവകകളുടെ പ്രാഥമികമായിട്ടുള്ള തെളിവും കൂടി ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും വീണയെ അടുത്ത തവണ ചോദ്യം ചെയ്യുന്നത്. SFIOയിൽ നിന്ന് ശേഖരിച്ച 134 രേഖകളും പുതിയതായി വസ്തുവകകളുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള രേഖകളും. എന്തായാലും ഈ 2 പാതിരിയാട് വില്ലേജ് ഓഫീസിലും പിണറായി വില്ലേജ് ഓഫീസിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൃത്യം നിയമാനുസൃതമായിരിക്കുമല്ലോ. അതുകൊണ്ട് അവിടെ ഇഡിക്ക് വലിയ സംശയമില്ല. പക്ഷേ ഈ മൊഴിയിൽ നിന്നും SFIOയ്ക്ക് നൽകിയ മൊഴിയും ഇഡിക്ക് നൽകിയ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ ഇത്രയും ആയിരിക്കില്ല വീണയുടെ സ്വത്തുവകകൾ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കളക്ടർമാർക്ക് കത്തയച്ചിരിക്കുന്നത്. ഇനി കളക്ടർമാരുടെ റിപ്പോർട്ട് കിട്ടിയാൽ ആ റിപ്പോർട്ടുകളോട് കൂട്ടിച്ചേർത്തുകൊണ്ട് വീണയെ ചോദ്യം ചെയ്യും. അപ്പോഴാണ് കൂടുതൽ കുരുക്കിലേക്ക് വീണ നീങ്ങുന്നത്. വീണയ്ക്കിപ്പോൾ പ്രധാനമായും 2 കാര്യങ്ങളിലാണ് വ്യക്തത വരുത്തേണ്ടത്. ഒന്ന്, CMRലുമായി ബന്ധപ്പെട്ട് വീണയുടെ എക്സാലോജിക് കമ്പനി 2,78,00,000 രൂപയുടെ സേവനം നൽകിയിട്ടുണ്ട്. ആ സേവനം എന്തിനാണ് എന്നതിനെ സംബന്ധിച്ച് വീണയ്ക്ക് കൃത്യമായ ഉത്തരം നൽകാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതാണ് 1ാമത്തെ ചോദ്യം. 2ാമത്, CMRലെ അനുബന്ധ കമ്പനിയായിട്ടുള്ള എൻപവർ ഇന്ത്യ ലിമിറ്റഡിൽ നിന്നും വീണ വിജയൻ 50 ലക്ഷം രൂപ വായ്പ വാങ്ങി. ആ വായ്പയിൽ 4 ലക്ഷം രൂപ മാത്രമേ വീണ തിരിച്ചടച്ചിട്ടുള്ളൂ. എന്തിനാണ് ഈ വായ്പ വാങ്ങിയത്? 4 ലക്ഷം രൂപ തിരിച്ചടവ് കൊണ്ട് ആ അടവ് വ്യവസ്ഥ എന്തുകൊണ്ട് നിലച്ചുപോയി? ഈ 2 ചോദ്യങ്ങൾക്ക് വീണയ്ക്ക് ഇതുവരെയും കൃത്യമായി തെളിവുകൾ സഹിതം വീണയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നിൽ തെളിയിക്കാനായില്ല. വീണ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ സേവനം വഴിയല്ല 2,78,00,000 രൂപയുടെ സേവനം CMRന് നൽകിയത്, മറിച്ച് മുഖാമുഖമാണ്. നേരിട്ട് പോയി താൻ സേവനം നൽകുകയായിരുന്നു. അതുകൊണ്ട് ഇതിന് ഡിജിറ്റൽ തെളിവുകളോ മറ്റ് തെളിവുകളോ എൻ്റെ കയ്യിൽ ഹാജരാക്കാൻ ഇല്ല എന്നുള്ളതാണ് വീണയുടെ വാദം. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് വിശ്വസിക്കുന്നില്ല. മറിച്ച് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പണം നൽകിയത്, ഈ സേവനം എന്ന് പറയുന്നത് നേരിട്ട് പോയി നൽകിയ സേവനമാണെങ്കിൽ തന്നെ, വീണയുടെ ഈ വാക്കുകൾ മുഖതാവിൽ എടുക്കുന്നെങ്കിൽ തന്നെ എന്ത് സേവനമാണ് വീണ നൽകിയത് എന്ന ചോദ്യത്തിനും വീണയ്ക്ക് ഉത്തരമില്ല. 2ാമതായിട്ടുള്ള ചോദ്യമാണ് ഈ 50 ലക്ഷം രൂപയുടെ വായ്പ. ആ വായ്പ എന്തിനാണ് വാങ്ങിയത് എന്നതിനെ കുറിച്ചും വീണയ്ക്ക് കൃത്യമായ ഉത്തരമില്ല. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ഇവിടെ നിൽക്കുമ്പോഴാണ് പുതിയ തെളിവുകളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നത്. വസ്തു ഇടപാടിന്റെ രേഖകളുമായിട്ടാണ് വന്നത്. അതായത് CMRൽ നൽകിയ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികൾ നൽകിയ പിണറായി വിജയനോ അല്ലെങ്കിൽ വീണയ്ക്കോ നൽകിയിട്ടുള്ള പണം ഈ പറയുന്ന വസ്തുവിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന സംശയമാണ് ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉയർത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കളക്ടർമാർക്ക് ED കത്തയച്ചിരിക്കുന്നത്. അടുത്ത സമൻസ് അയച്ച് വീണയെ വരുത്തുമ്പോൾ നേരത്തെ തന്നിട്ടുള്ള
ഈ രേഖകൾക്ക് പുറമെ പുതിയതായിട്ട് ഈ പറയുന്ന വസ്തുവകകളുടെ രേഖകൾ കൂടി വെച്ചുകൊണ്ടായിരിക്കും വീണയെ ചോദ്യം ചെയ്യുക. നേരത്തെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വീണയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം MG റോഡില്ല HDFC ബാങ്കിലാണ് വീണയ്ക്ക് അക്കൗണ്ട് ഉള്ളത്. ആ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി വീണയെ വിളിച്ചു വരുത്തി ലോക്കർ തുറന്നു. പക്ഷേ ലോക്കറിലൊന്നും തന്നെ EDക്ക് കണ്ടെത്താനായില്ല. ഇതിന്റെ പര്യവസാനം എന്താണ് എന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരിക്കേണ്ടത്. കാരണം അടുത്ത തവണ വീണയെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ കൂടുതൽ തെളിവുകൾ EDയുടെ ഭാഗത്ത് ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴേക്കും വീണയ്ക്ക് അതിനുള്ള മറുപടി കൂടി നൽകേണ്ടി വരും. അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൂടി വരുന്നു. 2 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൂടി വീണയ്ക്ക് മുന്നിലേക്ക് വരുന്നു. ഈ വസ്തുവകകൾ വാങ്ങിക്കാനുള്ള പണം എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതായിരിക്കും ആ മൂന്നാമത്തെ ചോദ്യം. ഈ 3 ചോദ്യങ്ങൾക്ക് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണയ്ക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞാൽ ഈ കേസ് എന്നേക്കുമായി ED ഒരുപക്ഷെ അവസാനിപ്പിച്ചു എന്ന് വരാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.